കേട്ടെ നടക്ക്. കയ്യുണ്ടോ? നല്ല ചൂടിന് കയ്യേ ഇതുണ്ടാടി മോളെ. എൻ്റെ കയ്യാൻ്റെ ഐസായി. എടീ ഇതാ ഗോൾഡൻ കളറ്. ഇപ്പം നിങ്ങൾ പറയും ഇത് ഞങ്ങളല്ലാന്ന്. നോക്കി നല്ല വെടിപ്പായിട്ട് നടന്നൊരു വിധം ലെവലായിൻ്റെ. ഇംഗ്ലീഷ് വായിക്കണ വായിച്ച. ഇത് ഇരവികുളം നാഷണൽ പാർക്ക് കേട്ടോ. ചേട്ടാ ജീപ്പിന് എങ്ങനെയാ ചാർജ്? ആ പ്രൈവറ്റാ? മുകളിൽ വീടുകളൊക്കെ ഉണ്ടോ? നമ്മുടെ വണ്ടികളൊക്കെ കൊണ്ടുപോരാൻ പറ്റില്ല? പറ്റുള്ളൂ. ഈ വണ്ടിക്ക് വരാനാണെങ്കിലോ? ഒരാൾക്ക് അതോ ഒരു വണ്ടിക്ക്? അപ്പൊ അതില് എത്ര പേര് കയറും? 6 പേര്. അല്ല 800 രൂപ ആകെ വരുന്നുള്ളൂ ഒരാൾക്കാണോ? ഒരാൾ വന്നാലും 5 പേര് വന്നാലും 800 രൂപ ഉള്ളൂ. എത്ര മണി വരെ ഇവിടെ ഉണ്ടാവും? 5 രൂപ. ആനയൊന്നും ഇല്ല എന്നുണ്ടല്ലോ ഇവിടെ? ആന ഈ ഭാഗം ഇല്ല. ഇതിൻ്റെ അപ്പുറ ഭാഗം ആന വരുന്നത്, അല്ലെങ്കിൽ താഴെ തേരക്കോട്ട ഭാഗം ആന വരുന്നത്. ഈ ഭാഗം ഇത് മാത്രമേ ഉള്ളൂ ഈ ആട്. ഇനി കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ നല്ല തണുപ്പ് പോകൂലേ? ശരിക്കും ഇതിൻ്റെ ഇവിടെ ഏറുമാട് അങ്ങനെ വല്ല സംഭവങ്ങളൊക്കെ ഉണ്ടോ? രാത്രി സ്റ്റേക്ക് ചെയ്യാൻ പറ്റിയത്? അതും കൂടിയും വന്നാൽ ഗ്രാൻഡാവും. ഇതിപ്പോൾ നമ്മുടെ പാലക്കാട് പറഞ്ഞിട്ടുണ്ട് ധോണി ഹില്ല്. അവിടെ 4 കിലോമീറ്റർ നടക്കണം. ഇത് സമാധാനം ഉണ്ട്, ഇരിക്കാനൊക്കെ സ്പേസ് ഉണ്ട്. അവിടെ ത്രൂ ഔട്ട് നടത്തുന്ന തന്നെ. അത് ഒരുമിച്ച് നടക്കണം, എല്ലാവരും ടീമായിട്ട് നടക്കാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ കുഴപ്പമില്ല, ഒരാൾക്ക് ഇരുന്ന് 5 മിനിറ്റ് ഉള്ളൂ. ശരി കേട്ടോ. വലിയ മരം നിൽക്കണൊക്കെ എന്ത് കുറവല്ലോ. ഇവിടെ ഉണ്ട് അമ്പലമുണ്ട്. ഇതാണ് നമ്മൾ കണ്ടത്. മലയല്ലേ ഉള്ളു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പോയി നോക്കിയാൽ അപ്പുറത്തോടെ വരാൻ പറ്റുന്നതാണ്. വാ.
ഇതാണ് നമ്മൾ കണ്ടത്. അമ്മോ, നല്ല ഇറക്കാം. അടിയിൽ പാറക്കല്ലൊക്കെ വിരിച്ചിട്ടുണ്ട്, സുഖമായിട്ട് നടക്കാൻ പറ്റും. ഈ ഇതാണ് ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടത്. അതാണ് ആനമുടി എന്ന പേര്. ഓ, അറബിയ കൺട്രി അല്ല ചോദിക്കേ. അടിപൊളി. ഈ ഇരിപ്പിടത്തിലൊന്നും ഇരിക്കട്ടെ കേട്ടോ. ആഹാ, കാണുമ്പോൾ തന്നെ ഒരു എന്ത് അത് ഞാൻ കണ്ടു. ആ കുണ്ട് എവിടേക്കാ? അങ്ങോട്ട് ഓടിയേ. കൈക്കൊക്കെ നല്ല തണവുണ്ട്. എന്നിട്ട് ആ വെള്ളത്തിൽ നോക്കിയപ്പോ നോക്ക്, കയ്യ ആകെ മരവിച്ചിട്ടായിരിക്കണ, ഒരു രക്ഷയില്ല. വീർത്തിരിക്കണ കയ്യ ചൂക്കുണ്ടേ. ഓ, ആ ഗ്ലൗസ് ഊരിയത് അവിടെ ഇട്ടു. എന്തിനു പറയണ്, തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ ആ കോട്ടൊക്കെ ഇട്ട് വന്നതാ. ഇവിടെ എത്തിയപ്പോൾ എന്ത് മതി, ചൂടെടുക്കും വിചാരിച്ചിട്ട് ആ സാധനം ഊരി അവിടെ ഇട്ടു. അവിടെ വണ്ടിയുടെ ഉള്ളിൽ വെച്ച് ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങോട്ട് കയറിയപ്പോഴല്ല രോഗം മനസ്സിലായത്. തണുത്തിട്ട് പോയല്ലേ. ഗ്ലൗസും വണ്ടിയിൽ, കോട്ടും വണ്ടിയിൽ. ഒരുത്തിക്ക് കോട്ടുണ്ട്, ഗ്ലൗസ് ഊരി അവിടെ ഇട്ടു. അത് കാരണം ഒരു സമാധാനം. കൈ പരമാവധി അതല്ല എന്നുള്ളൂ. പരമാവധി കൈ കോട്ടിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടാണ് ആൾക്കാർ നടക്കുന്നത്. ഇപ്പം നമ്മൾ വന്ന വഴീന്ന് കേട്ടാ നോക്കിയേ. അല്ലേ, ഒരു ചെറിയ ബ്രിഡ്ജ് ഞങ്ങൾ ചാടി കയറി മോളെ കൊണ്ടുള്ളൊരു സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓ ഡേ, അമ്മ അവിടെ വീടിൻ്റെ അവിടെ അടുപ്പിൻ്റെ അവിടെ തീ കത്തിക്കണ പോലെ പുക പോയോണ്ടിരിക്കും, മഞ്ഞ് പോയോണ്ടിരിക്കണ. മഞ്ഞ് കണ്ട, നമ്മൾ വിചാരിക്കണില്ല ഇത്ര മഞ്ഞ് കൂടി ഉണ്ടോന്ന്. അതൊക്കും മേലെയാ. ഓ, തണുപ്പ് അസാധ്യം. കൈയൊക്കെ മരവിച്ച് മൂക്കിന്ന് വെള്ളം വരുന്നില്ല. ഓ, വെയിൽ വരുമ്പോൾ ഒരു സമാധാനം. ഇതിൻ്റെ മുകളിൽ വീടുകളൊക്കെ ഉണ്ടെന്ന്. എന്നിട്ട് വാഴയാണെന്ന്